going to start a new course, that is BSOC 134, Methodology of Sociological Inquiry. In that unit, the first unit is Research in Social Sciences. All human beings are some type of researchers who give meaning to interrupt and predict their social world. This work of researching and theorizing about society encompasses an infinite number of topics. അപ്പോൾ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ഒരു ഗവേഷണ സ്വഭാവം. തൻ്റെ ചുറ്റുപാടിൽ കാണുന്നത് എന്താണ്, അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാനും അതെങ്ങനെ പരിഹരിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മിക്കവാറും എല്ലാ സോഷ്യൽ ബീയിങ്സിനും ഉള്ള ഒരു സ്വഭാവമാണ്. സം ഓഫ് us may be concerned with the drug addiction and violence in society, some in the problem of unemployment. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ചിലവർ ആകർഷിക്കുന്ന കാര്യങ്ങൾ election takes place in the social surroundings, അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കാം, ആ പരിഹാര മാർഗം നിർദ്ദേശിക്കുക, അങ്ങനെയുള്ളതായിരിക്കും. മറ്റു ചിലർക്കാണെങ്കിൽ ഡ്രഗ് അഡിക്ഷനും അതുമൂലം ഉണ്ടാകുന്ന വയലൻസ് ഇൻ ദ സൊസൈറ്റി, സം ഇൻ ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇങ്ങനെ വിഭിന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓരോരുത്തരും വറീഡ് ആവുകയാണെങ്കിൽ അവർ അപ്പൊ ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും കൂടി ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ദ ബേസിക് സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി, അപ്പൊ ബേസിക് സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി, ആ ജിജ്ഞാസ, ഓരോ കാര്യം എന്തുകൊണ്ടുണ്ടായി, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതിനെന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആ ഒരു ജിജ്ഞാസ, അത് ബേസിക് സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പൊ സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്യൂരിയോസിറ്റീസ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് റെസിപ്റ്റേഴ്സ് ഓഫ് ഐഡിയാസ് ബട്ട് റിയാക്ട് ടു ഇറ്റ്സ് അക്കോർഡിംഗ്ലി. വെറുതെ എന്തെങ്കിലും ഐഡിയാസ് വന്നാൽ അതും വെച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയല്ല, അത് സ്വീകരിച്ച് അങ്ങനെ ഇരിക്കുകയല്ല, അതിനോട് റിയാക്ട് ചെയ്യുക, അത് ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു സ്വഭാവമാണ്. ബിക്കോസ് ഓഫ് ദിസ് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ദ സോഷ്യൽ റിയാലിറ്റി വിച്ച് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അപ്പം മനുഷ്യന്റെ ഈ സ്വഭാവ ഗുണം അതുകൊണ്ടാണ് ഈ സോഷ്യൽ റിയാലിറ്റി അത് എപ്പോഴും ഓൾവേസ് ചേഞ്ചിങ്, പോസ് മെനി ക്വസ്റ്റ്യൻസ് ടു ദ human race to understand, interpret, give meaning and predict to this changing social reality. അപ്പോൾ ഈ ചേഞ്ചിങ് സോഷ്യൽ റിയാലിറ്റിക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ അവിടെ സോഷ്യൽ ചേഞ്ചസ്, അതിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അവിടെ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഓഫ് ദിസ് ഡൈനാമിക് ക്യാരക്ടർ ഓഫ് both the human beings and the social reality, research in social science holds a special place. In such a situation, research becomes an important tool in understanding the reality and the causes that are leading to changes as well as resisting changes. Therefore, social research is a systematized effort to gain new knowledge. അപ്പോൾ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ക്രമാനുസരണമായിട്ടുള്ള സിസ്റ്റമറ്റൈസ്ഡ് എഫോർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്, പുതിയ അറിവ് സമ്പാദിക്കാനുള്ള ഒരു എഫോർട്ടിനെയാണ് നമ്മൾ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. സോഷ്യൽ ഡിസഗ്രിങ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ഫോംസ് ഓഫ് നോളജ്. അപ്പോൾ സോഷ്യൽ റിസർച്ച് ഹെൽപ്പ് us ഇൻ ആഡിങ് ന്യൂ നോളജ്. ഈ സോഷ്യൽ റിസർച്ചിൽ കൂടി ചിലപ്പോൾ പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കാൻ പറ്റും, അതല്ലെങ്കിൽ പഴയതിൽ എന്തെങ്കിലുമൊക്കെ ഡിസഗ്രിങ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് അതിനെ ഒന്നും കൂടി നവീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ഹാസ് ബീൻ പുട്ട് ഫോർവേഡ് ബൈ സ്കോളേഴ്സ്. അപ്പോൾ സ്കോളേഴ്സ് പലതരം ഡെഫിനിഷൻസ് സോഷ്യൽ സയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ സയൻസ് റിസർച്ച് ക്യാൻ ബി defined as the act of re-examining the social world with the goal of better understanding or explaining why or how people behave. അപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ച് ക്യാൻ ബി ഡിഫൈൻഡ്, ഈ ഗവേഷണം സോഷ്യൽ സയൻസ് ഗവേഷണത്തിന് നമുക്ക് ഇങ്ങനെ നിർവചിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആസ് ദ ആക്ട് ഓഫ് റീ എക്സാമിനിങ് ദ സോഷ്യൽ വേൾഡ്. സോഷ്യൽ വേൾഡിനെ വീണ്ടും റീ എക്സാമിനിങ് ചെയ്യുന്ന ഒരു പ്രക്രിയ, വിത്ത് ദ ഗോൾ ഓഫ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അതിനൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സൊസൈറ്റീനെ, ആ സോഷ്യൽ വേൾഡിനെ നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ വീണ്ടും ഒന്നും കൂടി പരിഷ്കരിക്കുക.
പരിഷ്കരിക്കുക, ഓർ എക്സ്പ്ലെയിനിങ് വൈ ഓർ ഹൗ പീപ്പിൾ ബിഹേവ്. അപ്പോൾ ഓരോന്നിലേക്കും ആളുകൾ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് റീ എക്സാമിനിങ് ദ സോഷ്യൽ വേൾഡ്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ദ ഡെഫിനിഷൻ എംഫസൈസ് ദ റീഡിസ്കവറി പ്രോസസ് ദാറ്റ് ഈസ് ഓൾവേസ് റൂട്ടഡ് ഇൻ റിസർച്ച്. Therefore, the word research can be interpreted as റിന്യൂഡ് സെർച്ച് ഓർ റീ എക്സാമിനേഷൻ. അപ്പോൾ ഈ റിസർച്ച് എന്നുള്ള വേർഡ് തന്നെ, ആ വേർഡ് മീനിങ് തന്നെ നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. റീസെർച്ച്, വീണ്ടും അന്വേഷിക്കുക എന്ന്. അപ്പോൾ അത് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. റിന്യൂഡ് സെർച്ച്, ഒന്നും കൂടി പുതുക്കിയിട്ടുള്ള അന്വേഷണം. ഓൾറെഡി ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി പുതുക്കുക, ഒന്നും കൂടി പുതിയതായിട്ട് അന്വേഷിച്ച് അതിലെന്തെങ്കിലും പരിവർത്തനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കുക. അതായത് റിന്യൂഡ് സെർച്ച് അല്ലെങ്കിൽ റീ എക്സാമിനേഷൻ, പുനഃപരിശോധന, റീ എക്സാമിനേഷൻ. അപ്പോൾ ഇതെല്ലാമാണ് റിസർച്ച് കൂടി നടത്തുക. PV യങ് കൊടുത്തിരിക്കുന്നത് അതൊരു ജനറൽ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഓരോ വ്യക്തിഗതമായിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് PV യങ്ങിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഹി ഡിഫൈൻസ് സോഷ്യൽ റിസർച്ച് ആസ് ദ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ദ ന്യൂ ഫാക്ട്സ് or verifying the old facts, their sequences, interrelationship, causal explanations, and the natural laws which govern them. അപ്പോൾ PV യങ്ങിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിങ് ന്യൂ ഫാക്ട്സ്, പുതിയ ഫാക്ട്സ് കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ്. ഓർ വെരിഫൈയിങ് ദ ഓൾഡ് ഫാക്ട്സ്, അതോടൊപ്പം തന്നെ വെരിഫൈയിങ് ദ ഓൾഡ് ഫാക്ട്സ്, പഴയ യാഥാർത്ഥ്യങ്ങളെ ഒന്നും കൂടി പരിശോധിക്കുക. ദെയർ സീക്വൻസസ്, അതിൻ്റെ ആ ഓർഡർ, ഇന്റർ റിലേഷൻഷിപ്പ്, അതിൽ തമ്മിലുള്ള ബന്ധങ്ങൾ, കോഷ്യൽ എക്സ്പ്ലനേഷൻസ്, കാര്യകാരണ സഹിതമുള്ള വിശദീകരണങ്ങൾ, ആൻഡ് ദ നാച്ചുറൽ ലോസ് വിച്ച് ഗവേൺ ദം, ഈ ഫാക്ട്സുകളെയൊക്കെ നയിക്കുന്ന നാച്ചുറൽ ലോസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതിനെയൊക്കെ കുറിച്ച് വീണ്ടും ഒന്നും കൂടി അന്വേഷിക്കുക. ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ദ ന്യൂ ഫാക്ട്സ് ഓർ വെരിഫൈയിങ് ദ ഓൾഡ് ഫാക്ട്സ്, ദെയർ സീക്വൻസസ്, ഇന്റർ റിലേഷൻഷിപ്പ്, കാഷ്വൽ എക്സ്പ്ലനേഷൻസ്, ആൻഡ് ദ നാച്ചുറൽ ലോസ് വിച്ച് ഗവേൺ ദം. അത് PV യങ്ങിന്റെ ഡെഫിനിഷനാണ്, യങ് തന്നിരിക്കുന്ന ഡെഫിനിഷനാണ്. ഇനി സ്റ്റീഫൻസൺ ഡിഫൈൻസ്, വേറൊരു സോഷ്യോളജിസ്റ്റാണ് സ്റ്റീഫൻസൺ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ റിസർച്ച് ആസ് മാനിപ്പുലേഷൻ ഓഫ് തിങ്സ്, കൺസെപ്റ്റ്സ് ഓർ സിംബൽസ് ഫോർ ദ പർപ്പസ് ഓഫ് ജനറലൈസിംഗ് ടു എക്സ്റ്റെൻഡ് കറക്റ്റ് ആൻഡ് വെരിഫൈയിങ് നോളജ്. അപ്പൊ സ്റ്റീഫൻസിന്റെ അഭിപ്രായത്തിൽ ഹി ഡിഫൈൻസ് സോഷ്യൽ റിസർച്ചിനെ അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത് എ മാനിപ്പുലേഷൻ ഓഫ് തിങ്സ്, കൺസെപ്റ്റ്സ് ഓർ സിംബൽസ്, തിങ്സിനെ അല്ലെ കൺസെപ്റ്റ്സിനെ അല്ലെങ്കിൽ സിംബിൾസിനെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. മാനിപ്പുലേഷൻ ഓഫ് തിങ്സ്, കൺസെപ്റ്റ്സ് ഓർ സിംബൽസ് ഫോർ ദ പർപ്പസ് ഓഫ് ജനറലൈസിങ് ടു എക്സ്റ്റെൻഡ് കറക്റ്റ് ആൻഡ് വെരിഫൈയിങ് നോളജ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് അതുപോലെ നോളജിനെ ഒന്നും കൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്ന കൺസെപ്റ്റ്സിനെ, സിംബിൾസിനെയും അതുപോലെ തിങ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ സ്റ്റീഫൻസൺ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. Social research is also defined as comprising of defining and redefining problems. ഇതുപോലെ അതുകൂടാതെ സോഷ്യൽ റിസർച്ചിന് ഇതുപോലെ ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണ് കംപ്രൈസിങ് ഓഫ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസിനെ ഡിഫൈൻ ചെയ്യുക, അതുപോലെ വീണ്ടും റീഡിഫൈൻ ചെയ്യുക. ഇനി അതിനുവേണ്ടി ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ്, അപ്പൊ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുക ആദ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ഓർ സജസ്റ്റിംഗ് സൊല്യൂഷൻസ്, ഇനി ഇത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുക. കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് എവാലുവേറ്റിംഗ് ഡാറ്റ, ഈ കാര്യങ്ങൾക്ക് വേണ്ട ഡാറ്റാസ് കളക്ട് ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക. പിന്നെ മേക്കിംഗ് ഡിഡക്ഷൻ ആൻഡ് മേക്കിംഗ് കൺക്ലൂഷൻസ്, ഇതിൽ നിന്നൊക്കെ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുക. ആൻഡ് അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ് ദ കൺക്ലൂഷൻ ടു ഡിറ്റർമിൻ വെദർ ദേ ഫിറ്റ് ദ ഫോർമുലേറ്റഡ് ഹൈപ്പോത്തിസിസ്. എന്നിട്ട് അവസാനം അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ്, വളരെ ശ്രദ്ധാപൂർവം ടെസ്റ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് ഒരു ടെൻറ്ററ്റീവ്
ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ആ സജഷൻ അത് ശരിയാണോ ഇല്ലയെന്ന് ശരിയാക്കുക, പരിശോധിച്ച് നോക്കുക. അപ്പം ഈ ഡെഫിനിഷനിൽ ഒരു റിസർച്ചർ എങ്ങനെയാണ് റിസർച്ച് ചെയ്യണത്, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യം ഇതിൽ പ്രത്യേകമായിട്ട് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്. പ്രോബ്ലം കണ്ടുപിടിക്കുക, ഡിഫൈൻ ചെയ്യുക, റീഡിഫൈൻ ചെയ്യുക, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് എന്നിട്ട് അതിനനുസരിച്ച് ഒരു ഹൈപ്പോത്തിസിസ് ചെയ്യുക. ദെൻ അത് തെളിയിക്കാൻ വേണ്ടി കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് എവാലുവേറ്റിംഗ് ഡാറ്റ കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, എന്നിട്ട് അതിനെ എവാലുവേറ്റ് ചെയ്യുക, മേക്കിംഗ് ഡിഡക്ഷൻ ആൻഡ് മേക്കിംഗ് കൺക്ലൂഷൻസ്. എന്നിട്ട് ഈ ഡാറ്റ അനലൈസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക കൺക്ലൂഷൻസ്. ആൻഡ് അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ് ദ കൺക്ലൂഷൻ ടു ഡിറ്റർമിൻ വെദർ ദേ ഫിറ്റ് ഫോർ ദ ഫോർമുലേറ്റഡ് ഹൈപ്പോത്തിസിസ്. ആദ്യമേ നമ്മൾ ഉണ്ടാക്കിയ ആ ഹൈപ്പോത്തിസിസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ഇല്ലയെന്ന് ഉള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് വരിക. അപ്പോൾ ഇത് ആ റിസർച്ച് പ്രൊസീജിയറിൻ്റെ ഒരു ഫോർമാറ്റ് തന്നെ ഇതിനകത്ത്, അതിൻ്റെ ആ സ്റ്റെപ്സ് തന്നെ ഈ ഡെഫിനിഷനിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഡെഫിനിഷൻസ് ഒന്ന് രണ്ടെണ്ണം നന്നായിട്ട് പഠിക്കുക, മറ്റത് കാര്യങ്ങൾ ഗ്രഹിച്ച് എഴുതാൻ ശ്രമിക്കുക. ഫ്രം ദ ഡെഫിനിഷൻസ് ഡിസ്കസ്ഡ് അബൌട്ട്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് സീക്സ് ടു ആഡ് ടു ദ എക്സിസ്റ്റിംഗ് നോളജ് അബൌട്ട് ദ റിയാലിറ്റി. അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് എന്താണ്? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസിലെ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് സീക്സ് ടു ആഡ് ടു ദ എക്സിസ്റ്റിംഗ് നോളജ് അബൌട്ട് ദ റിയാലിറ്റി. റിയാലിറ്റിനെ കുറിച്ച് നിലനിൽക്കുന്ന നോളജ്, അതിലേക്ക് എന്തെങ്കിലും കൂടി കൂടുതലായിട്ട് ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യണം. ഹവർ സോഷ്യൽ റിസർച്ച് ഈസ് നോട്ട് ആസ് എ സിമ്പിൾ ആസ് ഇറ്റ് സീംസ് ആൻഡ് ദ ഡൂയിങ് ഓഫ് സോഷ്യൽ റിസർച്ച് ഇൻക്ലൂഡ്സ് മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് വിച്ച് ഹെൽപ്പ് us to draw causal relationship, interrelationship between variables and testing of hypothesis. അപ്പോൾ ഈ റിസർച്ചിനകത്ത് ഒരുപാട് പ്രക്രിയകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുക എന്നുള്ളത് ഒരു എളുപ്പമായിട്ടുള്ള കാര്യമല്ല, കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നല്ല തയ്യാറെടുപ്പ് തന്നെ അത്യാവശ്യമാണ്. ഫ്രം ദ ഡെഫിനിഷൻസ് ഇറ്റ് ഈസ് ഓൾസോ ക്ലിയർ ദാറ്റ് ദ റിസർച്ച് ഈസ് നോട്ട് എ വർക്ക് ഫോർ ആൻ ഓർഡിനറി പേഴ്സൺ. അപ്പോൾ വെറുതെ ഒരു സാധാരണ ലേമൻ അല്ലെങ്കിൽ ഒരു ഓർഡിനറി പേഴ്സൺ, സാധാരണ ആളുകൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമല്ല റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറഞ്ഞാൽ, ബട്ട് എ സ്പെഷ്യലൈസ്ഡ് വർക്ക് ദാറ്റ് നീഡ്സ് ടു ബി ഡൺ ബൈ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പീപ്പിൾ. ട്രെയിൻഡും ക്വാളിഫൈഡും ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഇതുപോലെ റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സ്റ്റെപ്സിൽ കൂടി കടന്നുപോയി വ്യക്തമായിട്ട് ചെയ്യണമെങ്കിൽ അയാൾ ക്വാളിഫൈഡും ട്രെയിൻഡും ആയിരിക്കണം. സോ ദാറ്റ് ദ എൻക്വയറി റീ എക്സാമിനേഷൻ ഓഫ് ദ റിയാലിറ്റീസ് ഡൺ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ വിച്ച് ദെയർഫോർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസിപ്ലിനറി ഓറിയന്റേഷൻ ഓഫ് ദ റിസർച്ചർ. ആ റിസർച്ചറുടെ ഡിസിപ്ലിനറി ഓറിയന്റേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിസർച്ചിൽ. സോഷ്യൽ റിസർച്ച് ഇൻവോൾവ്സ് ലേണിംഗ് സംതിങ് ന്യൂ അബൌട്ട് ദ സോഷ്യൽ വേൾഡ്. അപ്പം സോഷ്യൽ റിസർച്ച് ചെയ്യുന്നത് എന്താണ്? ലേണിംഗ് സംതിങ് ന്യൂ അബൌട്ട് ദ സോഷ്യൽ വേൾഡ്. സോഷ്യൽ വേൾഡിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിക്കുക, പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അറിയുക എന്നുള്ളത്. എ റിസർച്ചർ ദെയർഫോർ നീഡ്സ് ടു തിങ്ക് ലോജിക്കലി, ഫോളോ റൂൾസ് ആൻഡ് റിപ്പീറ്റ് സ്റ്റെപ്സ് ഓവർ ആൻഡ് ഓവർ. അതുകൊണ്ട് തന്നെ റിസർച്ചർ ദെയർഫോർ നീഡ്സ് ടു തിങ്ക് ലോജിക്കലി. റിസർച്ചർ എപ്പോഴും ലോജിക്കലി തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. ഫോളോ റൂൾസ് ആൻഡ് റിപ്പീറ്റ്. അപ്പോൾ റിസർച്ചിൽ അനുസരിക്കേണ്ട റൂൾസ് ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ റിപ്പീറ്റ് സ്റ്റെപ്സ് ഓവർ ആൻഡ് ഓവർ. ഓരോ സ്റ്റെപ്സും വീണ്ടും വീണ്ടും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. സോ ഹി ഓർ ഷീ കമ്പൈൻസ് തിയറീസ് ഓർ ഐഡിയാസ് വിത്ത് ഫാക്ട്സ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ ആൻഡ് യൂസസ് ഹിസ് ഓർ ഹെർ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇനി ഓൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ റിസർച്ച്. ഇനി സോഷ്യൽ റിസർച്ചിന് കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണോ ഇത് എന്നുള്ള ഒരു സംശയം വരുന്നത്. അതുപോലെ ചെയ്യുന്നത് മെനി തിങ്സ് ദാറ്റ് വി നോ ടുഡേ ആർ ലേൺ ത്രൂ ആൻ ഓൾട്ടർനേറ്റീവ് ഓർ സോഷ്യൽ റിസർച്ച്. എ ഗ്രേറ്റ് പാർട്ട് ഓഫ് അവർ നോളജ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് അവർ പാരൻസ് ആൻഡ് അതേഴ്സ് ഹാവ് ടോൾഡ് us. യു മേ ഓൾസോ ഹാവ് നോളജ് ബേസ്ഡ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് പലതരം അറിവുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് പാരൻസിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചതിൽ നിന്ന് കിട്ടിയ അറിവുകൾ, അല്ലെങ്കിൽ
കോമൺ സെൻസിലുള്ള അറിവുകൾ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ റിസർച്ച് ആയിട്ട് ധരിക്കപ്പെടാറുണ്ട്. സം ഓഫ് ദ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് വി എൻകൗണ്ടർ ഇൻ അവർ ഡെയിലി ലൈഫ്സ് ആർ കോമൺ സെൻസ്, മീഡിയ മിത്സ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഇങ്ങനെ സോഷ്യൽ റിസർച്ചിനുള്ള കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് കോമൺ സെൻസ് ആണ്, മറ്റത് മീഡിയ മിത്സ്, ആൻഡ് തേർഡ് വൺ ഈസ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കുക. ആദ്യം കോമൺ സെൻസ്. സോഷ്യോളജി ഡ്രോസ് എ ഗ്രേറ്റ് ഡീൽ ഫ്രം കോമൺ സെൻസ് ആസ് ദ ഫോർമർ ടച്ചസ് ദ എവരിഡേ എക്സ്പീരിയൻസസ് ഓഫ് ലേ പേഴ്സൺ. അപ്പോൾ സോഷ്യോളജി ഒരുപാട് കാര്യങ്ങൾ കോമൺ സെൻസിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട്. ആസ് ദ former touches the everyday experience of lay persons. As a result, there is a tendency to use one in the place of the other. അതുകൊണ്ട് ഒന്നിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് ഉപയോഗിക്കുക. സോഷ്യോളജി എന്നുള്ള ഭാഗം, സോഷ്യോളജിക്കൽ എന്നുള്ള ഭാഗം ഉപയോഗിക്കുന്നിടത്ത് ചിലപ്പോൾ കോമൺ സെൻസ് എന്നുള്ള ആ പ്രക്രിയ ഉപയോഗിച്ച് എന്തെങ്കിലും പറഞ്ഞു പോവുക, അങ്ങനെ സാധാരണ ഒരു ചിന്താഗതി വന്നു പോകാറുണ്ട് അറിയപ്പെടാതെ. അപ്പോൾ ആസ് എ റിസൾട്ട് ദർ ഇസ് എ ടെൻഡൻസി ടു യൂസ് വൺ ഇൻ പ്ലേസ് ഓഫ് ദ അതർ. സോഷ്യോളജിക്കൽ നോളജ് ടെൻസ് ടു ബി ജനറൽ ഇഫ് നോട്ട് യൂണിവേഴ്സൽ. ഇനി സോഷ്യോളജിക്കൽ നോളജും കോമൺ സെൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയണം. സോഷ്യോളജിക്കൽ നോളജ് ടെൻസ് ടു ബി ജനറൽ. സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ അത് പൊതുവായിട്ടുള്ളതാണ്. ഇഫ് നോട്ട് യൂണിവേഴ്സൽ, യൂണിവേഴ്സൽ അല്ലായിരിക്കാം, എന്നാലും അത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജാണ്. ഓൺ ദ അതർ ഹാൻഡ് കോമൺ സെൻസ് നോളജ് ഈസ് പർട്ടിക്കുലർ ആൻഡ് ലോക്കലൈസ്ഡ്. കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അറിവ്, അങ്ങനെയുള്ളതൊക്കെയാണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് എ ലോക്കലൈസ്ഡ് ആണ്. അല്ലെങ്കിൽ കോമൺ നോളജ് ഈസ് എ പർട്ടിക്കുലർ, ഒരു പ്രത്യേക ആൾക്കുള്ളത്, വ്യക്തിഗതമായിരിക്കും, അല്ലെങ്കിൽ ലോക്കലൈസ്ഡ്, അങ്ങനെയുള്ളതിനെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. പക്ഷേ സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ടെൻഡ്സ് ടു ബി ജനറൽ. ഇനി കോമൺ സെൻസ് ഈസ് നോട്ട് ഓൺലി ലോക്കലൈസ്ഡ്, ഇറ്റ് ഈസ് ഓൾസോ reflective, since it does not question its own origin and presuppositions. അപ്പോൾ കോമൺ സെൻസ് ഇസ് നോട്ട് ഓൺലി ലോക്കലൈസ്ഡ്. ഇനി എപ്പോഴും അത് ലോക്കലൈസ്ഡ് തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് ഓൾസോ അൺറിഫ്ലക്റ്റീവ്. അത് അൺറിഫ്ലക്റ്റീവ് ആണ്. സിൻസ് ഇറ്റ് ഡസ് നോട്ട് ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഓൺ ഒറിജിൻ ആൻഡ് സപ്പോസിഷൻസ്. അപ്പോൾ ഇത് എങ്ങനെ, ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ്, അതിനെക്കുറിച്ചൊന്നും ആരും, എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അങ്ങോട്ട് അയാൾക്ക് തോന്നിയത് അങ്ങോട്ട് പറയുകയാണ്, അല്ലാണ്ട് അതിൻ്റെ ഒറിജിൻ എവിടെയാണ്, അത് എവിടെ നിന്ന് വന്നതാണ്, അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. അതാണ് കോമൺ സെൻസ് ഈസ് നോട്ട് ഓൺലി ലോക്കലൈസ്ഡ്, ഇറ്റ് ഈസ് ഓൾസോ അൺറിഫ്ലക്റ്റീവ് സിൻസ് ഇറ്റ് ഡസ് നോട്ട് ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഓൺ ഒറിജിൻ ആൻഡ് പ്രിസപ്പോസിഷൻസ്. ഫർദർ സോഷ്യോളജി ഓൾസോ ഹെൽപ്പ് us to show that common sense is highly variable. പക്ഷേ സോഷ്യോളജി ഓൾസോ ഹെൽപ്പ് us to show, സോഷ്യോളജി നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടി. അതാണ് കോമൺ സെൻസ് ഈസ് ഹൈലി വേരിയബിൾ. കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യം ഹൈലി വേരിയബിൾ ആണെന്ന് സോഷ്യോളജി പറയുന്നുണ്ട്. സോഷ്യോളജി ഹെൽപ്പ് us to understand a society and this could be deepened and broadened by systematic comparison between one society with other, whereas common sense is not in a position to reach such an understanding. അപ്പോൾ സോഷ്യോളജി നമ്മളെ എന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്പ് us to understand a society and this could be deepened and broadened by systematic comparison between one society with other. ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ കാണിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോമൺ സെൻസ് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു റീച്ച് സച്ച് ആൻ അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് കോമൺ സെൻസ് ഈസ് നോട്ട് ആപ്റ്റ്, യോജിച്ചതല്ല. ദിസ് ബിക്കംസ് പോസിബിൾ ബിക്കോസ് സോഷ്യോളജി മേക്സ് യൂസ് ഓഫ് ഇറ്റ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, വൈൽ കോമൺ സെൻസ് ഇൻവോൾവ്സ് പ്രീകൺസെപ്ഷൻസ് വിച്ച് ഇസ് റിജക്റ്റഡ് ബൈ സോഷ്യോളജി. അപ്പോൾ ദിസ് ബിക്കംസ് പോസിബിൾ. അപ്പോൾ സോഷ്യോളജി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണത് സാധ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് സോഷ്യോളജി മേക്സ് യൂസ് ഓഫ് ഇറ്റ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ്. സോഷ്യോളജി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് വേണ്ടതായിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിൽ ഇൻവെസ്റ്റിഗേഷനിൽ കൂടെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്, ആ ഒബ്ജക്റ്റ് അനുസരിച്ച് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷന് വേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് സോഷ്യോളജി ഓരോ കാര്യങ്ങളും വ്യക്തമാക്കണം. കോമൺ സെൻസ് ഇൻവോൾവ്സ്
പ്രീ കൺസെപ്ഷൻസ്. പക്ഷെ കോമൺ സെൻസ് വെറുതെ പ്രീ കൺസെപ്ഷൻസ്, ചില ധാരണകൾ അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസം അതനുസരിച്ച് പോകുന്നതാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വിച്ച് ഈസ് റിജക്റ്റഡ് ബൈ സോഷ്യോളജി, ഈ കാര്യങ്ങളൊക്കെ സോഷ്യോളജി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യണത്. Common sense easily construct imaginary social arrangements which is utopian. Common sense പെട്ടെന്ന് ഇമാജിനറി സോഷ്യൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറയണം. അത് പക്ഷെ ഒരു നടക്കാത്ത കാര്യമാണ്. വേറെ സോഷ്യോളജി ഈസ് ആന്റി യുട്ടോപ്പിയൻ. സോഷ്യോളജി അതുപോലെയുള്ള മരീചിക ഉട്ടോപ്പിയൻ ഐഡിയാസിലേക്കൊന്നും പോകുന്നില്ല. ഇൻ ഇറ്റ് സെൻട്രൽ പ്രീ ഓക്കുപ്പേഷൻ വിത്ത് ദ ഡിസ്ജങ്ഷൻ ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് റിയാലിറ്റി ഇൻ ഹ്യൂമൻ സൊസൈറ്റി. സോഷ്യോളജി ഈസ് ഓൾസോ ആന്റി ഫാറ്റലിസ്റ്റിക് ഇൻ ഇറ്റ്സ് ഓറിയന്റേഷൻ. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ആന്റി ഫെറ്റാലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വിധി അനുസരിച്ചുള്ള, അപ്പൊ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെതിരായിട്ട് പോകുന്ന ഒരു ഓറിയന്റേഷൻ ആണ് സോഷ്യോളജിക്കുള്ളത്. ഇറ്റ് ഡസ് നോട്ട് ആക്സെപ്റ്റ് ദ പർട്ടിക്കുലർ കൺസ്ട്രെയിൻസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ബൈ കോമൺ സെൻസ് ആസ് എ ഇന്റേണൽ ഓർ ഇമ്മ്യൂട്ടബിൾ. അപ്പൊ വെറുതെ അങ്ങനെ കോമൺ സെൻസിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക, അത് സോഷ്യോളജിയുടെ കാര്യമല്ല. ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലിയറർ അവയറൻസ് ദാൻ കോമൺ സെൻസ് ഓഫ് ദ range of alternatives that have been or may devised for the attainment of broadly the same end. Sociology is further value neutral and free of all forms of biases and value judgment. Sociology എന്ന് പറഞ്ഞാൽ വാല്യൂ ന്യൂട്രൽ ആണ് ആൻഡ് ഫ്രീ ഓഫ് ഓൾ ഫോംസ് ഓഫ് ബയാസസ്. എല്ലാ ബയസസിനും എതിരായിട്ടുള്ളതാണ്, പക്ഷവാദങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ളതാണ്. ആൻഡ് വാല്യൂ ജഡ്ജ്മെന്റ്, ബട്ട് കോമൺ സെൻസ് ഈസ് വാല്യൂ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ന്യൂട്രൽ ആയിട്ടാണ് വാല്യൂ ജഡ്ജ്മെന്റ് നടക്കുന്നത്, അല്ലാണ്ട് ഒരു തരത്തിലുള്ള ബയസസിനും അത് കീഴടങ്ങുന്നില്ല. ബട്ട് കോമൺ സെൻസ് ഈസ് ഓഫൺ എ സോഴ്സ് ഓഫ് ബയസസ് ആൻഡ് എറേഴ്സ്. പക്ഷെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധാരണ അത് ഇതുപോലെയുള്ള പക്ഷപാതങ്ങൾക്കും തെറ്റുകൾക്കും ഒക്കെ അടിമപ്പെടാറുണ്ട്. കോമൺ സെൻസ് എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധി, അത് സ്വാഭാവികവും വ്യക്തിപരവുമായ വിശദീകരണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകൾ അതിൽ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് സ്വഭാവത്തെക്കുറിച്ചുള്ള സ്വാഭാവിക വിശദീകരണം അത് അനുമാനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കണം, അല്ലാണ്ട് ശാസ്ത്രീയ തെളിവുകളെ ഒന്നും ആശ്രയിച്ചിട്ടില്ല ഇരിക്കുന്നതല്ല കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്. ഇനി അടുത്തത് രണ്ടാമത്തത് പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ്. ഒരു ഓൾട്ടർനേറ്റീവ്സ്, ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോമൺ സെൻസ്, സെക്കൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. മെനി തിങ്സ് ഇൻ ദിസ് വേൾഡ് ആർ അണ്ടർസ്റ്റുഡ് ടു ബി ട്രൂ ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പൊ പല കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ കൂടിയാണ് മനസ്സിലാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ലെജിറ്റിമേറ്റ് സോഴ്സ് ഓഫ് നോളജ്. അപ്പൊ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് നമ്മളൊരു ലെജിറ്റിമേറ്റ് സോഴ്സ് ഓഫ് നോളജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹവർ നോളജ് ബേസ്ഡ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസ് ക്യാൻ ലീഡ് അസ് ആസ്ട്രേ. പക്ഷെ അങ്ങനെ വെറുതെ അന്ധമായിട്ട് ഞങ്ങൾ പേഴ്സണൽ എക്സ്പീരിയൻസിനെ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു എന്താണെന്ന് കാര്യം മനസ്സിലാക്കാണ്ട് തെറ്റിലേക്ക് വീഴുന്നതിന് തുല്യമായിട്ട് വരും. പല തെറ്റുകളും അതിനകത്ത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പൊ ദീസ് എറേഴ്സ് ആർ, ഇങ്ങനെ ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് ദെയർഫോർ ലീഡ് ടു 4 types ഓഫ് എറേഴ്സ്. ഇതുപോലെ 4 തരം എറേഴ്സ് ആണ് ഈ പേഴ്സണൽ എക്സ്പീരിയൻസിനെ വെറുതെ അന്ധമായിട്ട് വിശ്വസിച്ചാൽ വന്നു ചേരുന്നത്. അപ്പൊ ദീസ് എറേഴ്സ് ആർ ഓവർ ജനറലൈസേഷൻ. ഫസ്റ്റ് വൺ ഓവർ ജനറലൈസേഷൻ, സെക്കൻഡ് സെലക്റ്റീവ് ഒബ്സർവേഷൻ, തേർഡ് പ്രീമച്വർ ക്ലോഷർ ആൻഡ് ഹാലോ എഫക്റ്റ്, ഫോർത്ത്. അപ്പൊ അങ്ങനെ 4 എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസിൽ. ഫസ്റ്റ് വൺ ഓവർ ജനറലൈസേഷൻ. അതെന്താണ് നോക്കി, ഓവർ ജനറലൈസേഷൻ occurs when you have some evidence that you believe and then assume that it applies to many other situations. ഒരു പൊതുവായിട്ടുള്ള തത്വം ജനറലൈസേഷൻ, അതിൽ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്, എന്നിട്ട് ഇത് പല സ്ഥലത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയതാണെന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുക. Sometimes this may go far beyond what can be justified based on the data or empirical observation that one has. അപ്പോൾ ഒരാൾക്ക് വേണ്ട ഡാറ്റ ഒബ്സർവ് ചെയ്തിട്ട് എടുക്കേണ്ട ആ തീരുമാനങ്ങളിൽ നിന്ന് അയാൾ തെറ്റായ വഴിയിലേക്ക് പോകാനായിട്ട് ഇത് ഇതുപോലെയുള്ള എസ്റ്റിമേഷൻസ് ചിലപ്പോൾ
നമ്മളെ അങ്ങനെയുള്ള അപകടത്തിലേക്ക് എത്തിച്ചേക്കാം, തെറ്റിലേക്കോ. അത് ഒരു ഓവർ ജനറലൈസേഷൻ അങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു തെറ്റിലേക്ക് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ സെലക്റ്റീവ് ഒബ്സർവേഷൻ ആണ്. ഒക്കേഴ്സ് വെൻ ആൻ ഇൻഡിവിജ്വൽ ടേക്ക് സ്പെഷ്യൽ നോട്ടീസ് ഓഫ് എ സ്മോൾ പോർഷൻ ഓഫ് ദ റിയാലിറ്റി ആൻഡ് ജനറലൈസ് ഫ്രം ദം. അപ്പൊ ഒരു ചെറിയ പോർഷൻ മാത്രം ജനറാലിറ്റിയിൽ നിന്ന് എടുത്തിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് ഇതനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങളോ എന്നുള്ള അങ്ങനെ ഒരു വിശ്വാസം. അത് സെലക്റ്റീവ് ഒബ്സർവേഷൻ ഇൻവോൾവ്സ് മേക്കിംഗ് ഒബ്സർവേഷൻ ഇൻ എ വേ ദാറ്റ് ഇറ്റ് reinforce pre-existing thinking rather than observation in a neutral and balanced manner. അപ്പൊ ഇതുപോലെയുള്ള ആ ധാരണകളും സെലക്റ്റീവ് ഒബ്സർവേഷനും നമ്മളെ ശരിയായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് രീതിയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ അയോഗ്യരാക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് പ്രിമച്വർ ക്ലോഷ്യർ. ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്ത് ആൻഡ് റീഇൻഫോഴ്സസ് ഓഫ് ദ 2 errors. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞ ഈ 2 errors, അതായത് ഓവർ ജനറലൈസേഷൻ അതുപോലെ സെലക്റ്റീവ് ഒബ്സർവേഷൻ. അപ്പൊ ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാണ്ട് ഇടക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. അതാണ് പ്രീമച്വർ. പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ആ ചാപ്റ്റർ അങ്ങോട്ട് അടക്കുക. അതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ശരിയാണ്, അതുപോലെ അങ്ങനെയാണെന്നുള്ളൊരു അസംഷനിൽ എത്തിയിട്ട് പ്രീമച്വർ ക്ലോസർ ചെയ്യുക. അപ്പൊ അങ്ങനെ പ്രീമച്വർ ക്ലോഷർ occurs when the researcher feels that he has all the answer and do not need to listen. അപ്പൊ അയാൾക്ക് വേണ്ട ഉത്തരങ്ങളെല്ലാം കിട്ടി, ഇനി വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. സീക്ക് ഇൻഫോർമേഷൻ ഓർ റേസ് ക്വസ്റ്റ്യൻ എനി ലോങ്ങർ. ഇനി കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരാവശ്യമില്ല, ഇവിടെ വെച്ച് തന്നെ അങ്ങ് ക്ലോസ് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ഉള്ളൊരു ധാരണ. അതാണ് തേർഡ് എറർ, പ്രീമച്വർ ക്ലോഷർ. ഇനി ഫോർത്ത്, ഹലോ എഫക്റ്റ്. ദ ഹലോ എഫക്റ്റ് സ്റ്റേറ്റ്സ് that we overgeneralized from what we believe to highly positive or prestigious. അപ്പൊ ഹൈലി പോസിറ്റീവ് പ്രസ്റ്റീജിയസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് ഓവർ ജനറലൈസ് ചെയ്യുക. ഇറ്റ് മീൻസ് ദാറ്റ് വി അലൗ ദ പ്രയർ റെപ്യൂട്ടേഷൻ ഓഫ് ദ പേഴ്സൺ. അപ്പൊ ആ പേഴ്സണ് ഇത് ചെയ്യണ ആൾക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഡാറ്റ തന്നയാള് അയാൾക്ക് നേരത്തെ തന്നെ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്, പ്രസ്റ്റീജ് ഉണ്ട്, അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് അങ്ങനെ നിർത്തി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ആ രീതി. അതാണ് ഹലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള 4 മിസ്റ്റേക്കുകൾ, എറേഴ്സ് വരാനായിട്ട് ഈ പേഴ്സണൽ എക്സ്പീരിയൻസ് സ്വീകരിക്കുമ്പോൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി അടുത്തത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻ സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ചിലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ സ്ഥാനം എന്താണെന്നാണ് പറയുന്നത്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈസ് ദ സോഷ്യോളജിക്കൽ വിഷൻ. ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സോഷ്യോളജിക്കൽ വിഷൻ. സോഷ്യോളജിക്കൽ വിഷനെ തന്നെയാണ് നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതായത് എ വേ അറ്റ് ലുക്കിംഗ് അറ്റ് ദ വേൾഡ്. ലോകത്തിലെ നമ്മൾ നോക്കുന്ന രീതി. വാട്ട് ക്യാൻ സീ കണക്ഷൻ ബിറ്റ്വീൻ ദ അപ്പാരന്റ്ലി പ്രൈവറ്റ് പ്രോബ്ലംസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂസ്. അപ്പൊ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും സോഷ്യൽ ഇഷ്യൂസിനെയും നമ്മൾ നോക്കിക്കാണുന്ന ആ രീതിയെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതായത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചോ ഒരു സമൂഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ മനസ്സിലാക്കണമെങ്കിൽ ആ രണ്ടിനെ കുറിച്ചും ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതവും സമൂഹത്തിനെ കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തി ജീവിക്കുന്ന സമൂഹം എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും നമുക്കുണ്ടാകണം. അതുപോലെ ആ വ്യക്തിയുടെ സ്വഭാവഗണങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ അതിനെയാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ എന്നുള്ളൊരു വ്യക്തി, ഞാൻ അൺഎംപ്ലോയിഡ് ആണ്, എനിക്ക് ജോലിയില്ല, അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. അപ്പൊ അതൊരു സാധാരണ ഒരു വ്യക്തിയുടെ പ്രശ്നമാണ്. പക്ഷെ ഞാൻ താമസിക്കുന്ന സൊസൈറ്റി, ആ സൊസൈറ്റിയിലും ഒരുപാട് ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് ഇല്ലാണ്ട് ഉള്ള ആളുകളുണ്ട്. അപ്പൊ അത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, അതൊരു കോമൺ ഇഷ്യൂ ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കണം എന്ന്. അതുപോലെ ഇപ്പൊ ഡൈവേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് 2 വ്യക്തികൾ തമ്മിലുള്ള പ്രോബ്ലം മാത്രമല്ല, ആ സമൂഹത്തിന്റെ കൂടെയുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ ഇമാജിനേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ
adopting a sociological imagination allows us to see that many events which appear to concern only the individual actually reflect larger issues. അപ്പോൾ ഇൻഡിവിജ്വലിനെ ബാധിക്കുന്ന ആ പ്രശ്നം അത് ലാർജർ ഇഷ്യൂ ആയിട്ട് സൊസൈറ്റിയിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഡൈവേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഡൈവേഴ്സ് ഫോർ ഇൻസ്റ്റൻസ് മേ ബി എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ് ഫോർ സമ്മൺ ഹു ഗോസ് ത്രൂ ഇറ്റ്. വാട്ട് മിൽസ് കോൾസ് എ പേഴ്സണൽ ട്രബിൾ. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലാകുമ്പോൾ അതൊരു പേഴ്സണൽ ട്രബിൾ ആണ്. ബട്ട് ഡൈവോഴ്സ് ഈസ് ഓൾസോ എ സിഗ്നിഫിക്കൻറ്റ് പബ്ലിക് ഇഷ്യൂ. പക്ഷെ അതൊരു പബ്ലിക് ഇഷ്യൂവും കൂടിയാണ് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത്. രണ്ടുപേരെ മാത്രമല്ല സമൂഹത്തിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ് ഈ ഡൈവോഴ്സ് എന്ന് പറയുന്നത്. ഇൻ മെനി സൊസൈറ്റീസ് അക്രോസ് ദ വേൾഡ്, ഒരുപാട് സൊസൈറ്റീസിൽ ലോകത്തിൽ അവിടെ ഇവിടെ പല സൊസൈറ്റികളും നമ്മൾ പരിശോധിച്ചാൽ ഡൈവേഴ്സ് വ്യക്തികളെ മാത്രം ബാധിക്കുന്നതല്ല, സമൂഹത്തിൻ്റെയും കൂടി ഒരു പ്രശ്നമായിട്ടാണ് കാണപ്പെടുന്നത്. ഇൻ ബ്രിട്ടൻ over a third of all marriages ends in divorce within 10 years. ഇപ്പോൾ ബ്രിട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്ന വിവാഹങ്ങളിൽ 1/3 10 കൊല്ലങ്ങൾക്കകം ഡൈവേഴ്സ്ഡ് ആയി മാറുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ പ്രോബ്ലം ആയിട്ട് അവിടെ വരുന്നുണ്ട്, ആ സ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രശ്നവും കൂടിയാണ്. അപ്പോൾ വ്യക്തി പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നവും രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കണമെന്ന്, അതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ആൻഡ് ക്വാളിറ്റി ഓഫ് എ സോഷ്യോളജിസ്റ്റ്. എപ്പോഴും ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം, അതൊരു ഡ്യൂട്ടിയാണ് സോഷ്യോളജിസ്റ്റിൻ്റെ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ക്വാളിറ്റി ഓഫ് എ സോഷ്യോളജിസ്റ്റ്. ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ്, അതോടൊപ്പം തന്നെ ഒരു ക്വാളിറ്റിയാണ്. സോഷ്യോളജിസ്റ്റിന് വേണ്ട ഒരു ക്വാളിറ്റിയും കൂടിയാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇനി അടുത്തത് ഡർക്കിം ആൻഡ് ഹിസ് പ്രിസ്ക്രിപ്ഷൻ ഫോർ സോഷ്യോളജിക്കൽ റിസർച്ച്. ഇനി ഡർക്കിമിൻ്റെ ആൻഡ് ഹിസ് പ്രിസ്ക്രിപ്ഷൻ ഫോർ സോഷ്യോളജിക്കൽ റിസർച്ച്, അദ്ദേഹത്തിൻ്റെ സംഭാവന സോഷ്യോളജിക്കൽ റിസർച്ചിൽ. സോഷ്യൽ സയൻസ് റിസർച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ നാച്ചുറൽ സയൻസ് റിസർച്ച്. നാച്ചുറൽ സയൻസ് റിസർച്ചിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് സോഷ്യൽ സയൻസ് റിസർച്ച്. ഡർക്കിം അഡ്വക്കേറ്റഡ് 2 ബേസിക് പ്രൊസീജിയേഴ്സ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് സോഷ്യോളജിക്കൽ പ്രൂഫ്സ്. അപ്പോൾ സോഷ്യോളജിക്കൽ പ്രൂഫ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അദ്ദേഹം 2 ബേസിക് പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പ്രൊസീജിയർ ഇൻവോൾവ് ദ എക്സാമിനേഷൻ ഓഫ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഫിനോമിന. സോഷ്യൽ ഫിനോമിനയിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അതിനെ പരിശോധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ദെൻ ദ സെക്കൻഡ് പ്രൊസീജിയർ വാസ് ദ മെത്തേഡ് ഓഫ് കൺകോമിറ്റന്റ് വേരിയേഷൻ. രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കൺകോമിറ്റന്റ് വേരിയേഷൻ എന്നുള്ള ആ മെത്തേഡാണ്. ആ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്, അപ്പോൾ പേര് മാത്രം മനസ്സിലാക്കുക. But the question was how to do we examine this cause and effect relationship. Durkheim was of the opinion that a comparison could be made of those phenomena where both were simultaneously present and see whether the variations they display in these circumstances suggested that one depend upon the other. When the phenomena can be artificially created, ഒന്ന് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കണമെങ്കിൽ when the phenomena can be artificially created at the will of the observer. അപ്പോൾ ആ ഒബ്സർവറുടെ ഇഷ്ടം അനുസരിച്ച് ആ ഫിനോമിനേനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രീതിന് ഇറ്റ് ഈസ് കോൾഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അതിനാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓൺ ദ കോൺട്രറി, ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫാക്ട്സ് ഈസ് നോട്ട് വിത്തിൻ അവർ കൺട്രോൾ, ആ ഫാക്ട്സ് നമ്മുടെ കൺട്രോളിലല്ല, അതുകൊണ്ട് നമുക്ക് അതിനെ ആർട്ടിഫിഷ്യലി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ കൺട്രോൾ വി ക്യാൻ ഓൺലി ബ്രിങ് ദം ടുഗെദർ ഇൻ ദ വേ ദാറ്റ് ദേ ഹാവ് ബീൻ സ്പോണ്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ്. അവർ സ്പോണ്ടേനിയസ്ലി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആയത് അതിനെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. ദ മെത്തേഡ് എംപ്ലോയിഡ് ഈസ് കോൾഡ് ദ ഇൻഡയറക്റ്റ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡിനെയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഫിനോമിന ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിൽ, അതുപോലെയുള്ള സന്ദർഭത്തിൽ ആ സെക്കൻഡ് മെത്തേഡിൽ ദ മെത്തേഡ് എംപ്ലോയിഡ് ഈസ് കോൾഡ് ദ ഇൻഡയറക്റ്റ് എക്സ്പെരിമെന്റ് ഓർ ദ കമ്പാരിറ്റീവ് മെത്തേഡ്. അതിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയണം. For Durkheim, sociological explanation rests exclusively in connecting a phenomena to its cause or cause to its effect. അപ്പോൾ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ റെസ്റ്റ് ചെയ്യണത് എന്തിലാണ്? എക്സ്ക്ലൂസീവ്ലി ഇൻ കണക്ടിങ് എ ഫിനോമിന ടു ഇറ്റ്സ് കോസ് or cause
ടു ഇറ്റ്സ് എഫക്റ്റ്, കോസ് ടു ഇറ്റ്സ് എഫക്റ്റ്, അതുമായിട്ടാണ് കണക്റ്റഡ്. സിൻസ് ദ സോഷ്യൽ ഫിനോമിന ആർ ബിയണ്ട് ദ കൺട്രോൾ ഓഫ് ദ റിസർച്ച്. ഇനി സോഷ്യൽ ഫിനോമിന എന്നൊക്കെ പറഞ്ഞാൽ ഗവേഷകന്റെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല. ആൻഡ് ക്യാൻ എസ്കേപ്പ് ദ എക്സ്പെരിമെന്റർ. Comparative method for Durkheim was the only method suitable for sociology. അപ്പോൾ അതുകൊണ്ട് സോഷ്യോളജിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അക്കോർഡിംഗ് ടു ഡർക്കിം ഈസ് കമ്പാരിറ്റീവ് മെത്തേഡ്. ഇൻ ദിസ് മാനർ he rejected the historical method advocated by Comte. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയണത് കോംറ്റ് പറഞ്ഞിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അദ്ദേഹം തിരസ്കരിക്കുകയാണ്. അത് ഇതിന് പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. സോഷ്യോളജിയിൽ യൂസ് ചെയ്യാനായിട്ട് അത്ര ഉപയോഗപ്രദമല്ല, കമ്പാരിറ്റീവ് മെത്തേഡ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് എന്നുള്ള അഭിപ്രായമാണ് ഡർക്കിമിന് ഉള്ളത്. ഫർദർ ഡർക്കിം ട്രൈഡ് ടു എസ്റ്റാബ്ലിഷ് ദ സോഷ്യോളജിക്കൽ പ്രൂഫ്സ്, റിജക്റ്റഡ് ജോൺ സ്റ്റുവർട്ട് മിൽസ് ഡിക്ലറേഷൻ ദാറ്റ് ഈവൻ indirect experimentation is inapplicable to sociology. He in particular attacked Mill's postulate that the same effect can be the result from various causes. Durkheim then proposed 3 methods by which such systematic variations might be formed. But first, when dealing with a very general facts about which we have extensive statistical data, the sociologist might limit his study to a single unique society. That's one method. But a second method, that is collecting facts from several societies. Pala societies facts collect ചെയ്യുക, and the same social type make available a more extensive field of comparison and comparison study. അതുപോലെ sociologists could now confront the history of one society with another to see if the same phenomena evolves over time in response to the same condition. അപ്പോൾ ഒരേ സമയത്ത് സെയിം കണ്ടീഷനിൽ ഒരു സൊസൈറ്റിയിൽ നടന്ന സംഭവങ്ങൾ മറ്റൊരിടത്തും ആവർത്തിക്കപ്പെടുന്നുണ്ടോ നടക്കുന്നുണ്ടോ എന്ന് അപ്പോൾ സോഷ്യോളജിസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ദിസ് മെത്തേഡ് ഈസ് applicable only to phenomena which have arisen during the existence of societies in question, and thus ignores that part of a society social organization which is inherited ready-made from earlier societies. അപ്പോൾ 2 മെത്തേഡ് കഴിഞ്ഞു. പിന്നെ the third method was the genetic method. Genetic method ആണ് ഡർക്കിം പറയുന്ന third method. The genetic method yields both an analysis and synthesis of the fact under study by showing how each component element of the phenomena was successively added to the other. It reveals them in their dissociated state and by means of the broad field of comparison. The fundamental conditions on which the formation and association of these elements depend are determined. In qualitative and quantitative research, അതിനു മുമ്പ് തന്നെ ഡർക്കിം പറയേണ്ടത്, therefore according to Durkheim the characteristics of social റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ is that it is independent of all preconceptions. എല്ലാ പ്രീകൺസെപ്ഷൻസിൽ നിന്നും സ്വതന്ത്രമായിരിക്കണം, whether philosophical or practical, and it is objective. ഫിലോസഫിക്കലോ പ്രാക്ടിക്കലോ ഒക്കെ ആയിട്ടുള്ള പ്രീകൺസെപ്ഷൻസിൽ നിന്നെല്ലാം മോചിതമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്, അത് വസ്തുനിഷ്ഠപരമായിട്ട് ഒന്നായി മാറുള്ളൂ. ഇതാണ് ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ ഒരു സോഷ്യൽ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്. ഇനി ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 പ്രൈമറി കാറ്റഗറീസ്. അതാണ് ഒന്ന് ക്വാളിറ്റേറ്റീവ്, മറ്റത് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗുണത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ്, അളവുകൾ, അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ക്വാണ്ടിറ്റി എന്ന് പറയണത് അല്ലെ. ക്വാളിറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കുന്ന രീതികൾ. അപ്പൊ അങ്ങനെ 2 തരം റിസർച്ച് ആണുള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ആൻഡ് അതർ വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പോൾ റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 പ്രൈമറി കാറ്റഗറീസ്. അപ്പോൾ പൊതുവെ 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ്, അതർ വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ബേസിക്കലി ഡിപ്പെൻഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഇൻ ദ ഫീൽഡ് വെയർ ദ റിസർച്ച് ഈസ് ബീയിങ് കണ്ടക്റ്റഡ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ റിസർച്ച് കണ്ടക്ട് ചെയ്യണം എപ്പോഴും അതിൽ ബേസിക് ആയിട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഇൻ ദ ഫീൽഡ്. എന്തിനെ കുറിച്ച്, എവിടത്തെ
ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങളെ നിരീക്ഷിച്ച് പഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ രീതിയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ററാക്ഷൻ വിത്ത് ദ സബ്ജക്ട് ഈസ് ഡൺ ഇൻ എ ലാംഗ്വേജ് ഓഫ് ദ സബ്ജക്ട് ആൻഡ് ദിസ് ട്രഡീഷൻ ഓഫ് ഡൂയിങ് റിസർച്ച് ഓൾസോ ലോട്ട് ടു ആന്ത്രപ്പോളജി. അപ്പൊ ഏത് സബ്ജക്റ്റിനെ ആധാരമായിട്ടാണ് പഠിക്കാനുള്ളത്, അവരെവിടെ താമസിക്കണം, അവരുടെ സ്ഥലത്ത് പോയി താമസിച്ച് അവരുടെ ഭാഷ പഠിച്ചിട്ട് അവരോട് ആ ഭാഷയിൽ തന്നെ ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ ട്രഡീഷൻസും അവരുടെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ചെയ്യുന്ന ആ രീതിയാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യണത്. ഇത് കൂടുതലും ആന്ത്രപ്പോളജിയിലാണ് കൂടുതലായിട്ട് ചെയ്യണത്. ആന്ത്രപ്പോളജിസ്റ്റ് ലൈക്ക് ഫ്രാൻസ് ബോസ്, Evans Pritchard have contributed immensely towards the development of this tradition of doing research. ഈ ട്രഡീഷനെ കൂടി റിസർച്ച് ചെയ്യാനായിട്ട് കൂടുതൽ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള 2 ആന്ത്രപ്പോളജിസ്റ്റ് ആണ്, ഫ്രാൻസ് ബോസും അതുപോലെ ഇവാൻസ് പിച്ചാർഡ്. വേറൊരാളാണ് ഈ റോബർട്ട് ഇ പാർക്ക്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് നാച്ചുറലിസ്റ്റിക്, പാർട്ടിസിപ്പേറ്ററി ആൻഡ് എത്തനോഗ്രാഫിക് ഇൻ ഇറ്റ്സ് അപ്രോച്ച്. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞത് നാച്ചുറലിസ്റ്റിക് ആണ് സ്വാഭാവികമായിട്ട്. അപ്പൊ എവിടെ പോയി ആരെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് പോയി താമസിച്ച് അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കി അവരുടെ ഭാഷ പഠിച്ച് അവരോട് ആ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് നാച്ചുറലിസ്റ്റിക്. അതുപോലെ പാർട്ടിസിപ്പേറ്ററി ആൻഡ് എത്തനോഗ്രാഫിക് ഇൻ ഇറ്റ്സ് അപ്രോച്ച്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് നാച്ചുറലിസ്റ്റിക് ആണ്, പാർട്ടിസിപ്പേറ്ററി ആണ്, അതുപോലെ എത്തനോഗ്രാഫിക് ഇൻ ഇറ്റ്സ് അപ്രോച്ചിൽ എത്തനോഗ്രാഫിക്കുമാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എംപ്ലോയ്സ് എ നമ്പർ ഓഫ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷന് ഒത്തിരി മെത്തേഡ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഡാറ്റ കളക്ഷൻ ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, വിച്ച് എൻറ്റെയിൽസ് ദ ഇൻവോൾവ്മെന്റ് ഓഫ് ദ റിസർച്ചർ എമംഗ് ദോസ് whom she or he seeks to study with a view to generate a rounded in-depth account of the group, organization, etc. പിന്നെ അടുത്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇസ് ആൻ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ദ സോഷ്യൽ വേൾഡ് വിച്ച് സീക്സ് ടു ഡിസ്ക്രൈബ് ആൻഡ് അനലൈസ് ദ കൾച്ചർ ബിഹേവിയർ ഓഫ് ഹ്യൂമൻസ് ആൻഡ് ദിയർ ഗ്രൂപ്പ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ദോസ് ബീങ് സ്റ്റഡീഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അലോങ് വിത്ത് ദ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അത് ഇതിലെ ഒരു ഡാറ്റ കളക്ഷൻ ആണ്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഒരു ടൂളാണ്. ഇൻ വിച്ച് ദ റിസർച്ചർ പ്രൊവൈഡ്സ് എ മിനിമൽ ഗൈഡൻസ് ആൻഡ് അലൗസ് കൺസിഡറബിൾ ലാറ്റിറ്റ്യൂഡ് ഫോർ ഇന്റർവ്യൂവേഴ്സ്. ഈസ് ഓൾസോ എ ഫേവേർഡ് ടെക്നിക്. അപ്പൊ ഇവിടെ കളക്റ്റീവ് ഇന്റർവ്യൂ entails the reconstruction of the lives of the one or more individuals is also another method used qualitative research. അപ്പൊ പാർട്ടിസിപ്പേറ്ററിക്ക് പുറമെ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യണതാണ് ലൈഫ് ഹിസ്റ്ററി മെത്തേഡ്. അപ്പോൾ ഒരു ലൈഫ് ഹിസ്റ്ററി മെത്തേഡിൽ സോഴ്സ് ഓഫ് ഡാറ്റ ആർ വാരിഡ് ആൻഡ് ഇൻക്ലൂഡ്സ് ഡയറീസ് ആൻഡ് ഓട്ടോബയോഗ്രാഫീസ്. ഡയറീസ് അല്ലെങ്കിൽ ഓട്ടോബയോഗ്രാഫീസ് അതുപോലെയുള്ള ഡാറ്റ സോഴ്സസിനെയാണ് ആശ്രയിക്കുന്നത്. ദ 2 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഫോർ ജനറേറ്റിംഗ് ഹിസ്റ്ററീസ് ആണ് ഈ ഡയറീസ് അതുപോലെ ഓട്ടോബയോഗ്രാഫീസ്. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് അനദർ മെത്തേഡ് യൂസ്ഡ് ബൈ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്. ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിൽ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് group discussion. It is essentially a form of understructured interview but involves more than one subject. This method is gaining importance gradually these days. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത്. ഇനി ദ ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ബുദ്ധിപരമായിട്ടുള്ള ബേസ് എന്തൊക്കെയാണെന്ന്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിറൈവ്സ് ഫ്രം ഡിഫറെന്റ് ഇന്റലക്ച്വൽ അണ്ടർപൈനിങ് ദാറ്റ് ദ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അപ്പൊ മെയിൻ ഇന്റലക്ച്വൽ അണ്ടർപൈനിങ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഫിനോമിനോളജി, സെക്കൻഡ് സിംബോളിക് ഇന്ററാക്ഷനിസം, വെർസന്റേഷൻ, നാച്ചുറലിസം ആൻഡ് എത്തനോജെനിസിസ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ഇന്റലക്ച്വൽ ബേസ് ഓഫ് ദ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ഫിനോമിനോളജി. അസംഷൻസ് ഓഫ് പോസിറ്റിവിസത്തിന്റെ പല അസംഷൻസും ഫിനോമിനോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഉള്ളവര്
റിജക്റ്റ് ചെയ്യാണ്. ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ ഫിനോമിനോളജി എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കോൺഷ്യസ്നെസ് വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഓൺലി ഫിനോമിനൻ ദാറ്റ് വി ക്യാൻ ബി ഷുവർ ഓഫ്. അപ്പം ഇതിൽ ഉപയോഗിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആണ്, ബോധപൂർവം, ഓഫ് ദ കോൺഷ്യസ്നെസ് വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഓൺലി ഫിനോമിനൻ ദാറ്റ് വി ക്യാൻ ബി ഷുവർ ഓഫ്. ഒരു പ്രതിഭാസത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് അറിയാവുന്ന, ബോധപൂർവമായിട്ട് ശരിയായിട്ടും അറിയാവുന്ന ആ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആ രീതിയാണ് ഫിനോമിനോളജി എന്ന് പറയുന്ന ആ രീതിയിൽ കാണപ്പെടുന്നത്. ഇപ്പൊ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് ഒരു ഭാഗത്തിന്റെ ആ പ്രതിഭാസം ഉണ്ടായ കുഴപ്പങ്ങളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് അതിൽ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളെ മുന്നിൽ നിർത്തിയിട്ട് അവരോട് കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെയുള്ള രീതിയാണ് ഈ ഫിനോമിനോളജി എന്ന് പറയുന്നത്. ദേ ആർഗ്യൂ ദാറ്റ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ സോഷ്യൽ ആൻഡ് നാച്ചുറൽ സയൻസ് ഈസ് ഫണ്ടമെന്റലി ഡിഫറെന്റ്. അപ്പൊ ഈ ഫിനോമിനോളജിക്കൽ കാഴ്ചപ്പാടുള്ളവരുടെ അഭിപ്രായത്തിൽ സബ്ജക്ട് മാറ്റർ ഓഫ് ദ സോഷ്യൽ ആൻഡ് നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസിന്റെ നാച്ചുറൽ സയൻസിന്റെ സബ്ജക്ട് മാറ്റർ ഫണ്ടമെന്റലി ഡിഫറെന്റ് ആണ്. Therefore, they assume that the methods and assumptions of the natural science are inappropriate to the study of men. They are of the opinion that natural science deal with matter and to understand it. It is enough to observe them from outside. നാച്ചുറൽ സയൻസ് ഡീൽ ചെയ്യണത് ഓരോ മാറ്റേഴ്സ് ആണ്, ഓരോ വസ്തുക്കളാണ്, ഒബ്ജക്റ്റീവ് ആണ്. അതിനെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ മനുഷ്യൻ അതുപോലെയുള്ള സാമൂഹിക കാര്യങ്ങളൊക്കെ മനുഷ്യരെ കുറിച്ച് പഠിക്കുമ്പോൾ മാറ്റേഴ്സിന് കോൺഷ്യസ്നെസ് ഇല്ല, പക്ഷെ മനുഷ്യന് അതുണ്ട്. മീനിങ് ആൻഡ് പർപ്പസ് വിച്ച് ഡയറക്ട് ദെയർ ബിഹേവിയർ. ദേ റിയാക്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഫിനോമിനലിസ്റ്റ് ബിലീവ് ദാറ്റ് അൺലൈക്ക് മാറ്റർ മാൻ ഹാസ് കോൺഷ്യസ്നെസ്. അപ്പൊ ഫിനോമിനലിസ്റ്റ് വിശ്വസിക്കുന്നത് അൺലൈക്ക് മാറ്ററെ പോലെയല്ല, മാൻ ഹാസ് കോൺഷ്യസ്നെസ്. മനുഷ്യന് കോൺഷ്യസ്നെസ് ഉണ്ട്, ബോധമുണ്ട്, വിചാരങ്ങളുണ്ട്, ഫീലിങ്സ് ഉണ്ട്, മീനിങ്സ് ഉണ്ട്, ഇന്റൻഷൻസ് ഉണ്ട്, ആൻഡ് അവയർനെസ് ഓഫ് ബീയിങ്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് അതിനനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് ദിസ് ഹിസ് ആക്ഷൻ ആർ മീനിങ് ഫുൾ. ഹി ഡിഫൈൻസ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഓരോ പ്രവർത്തികളും മീനിങ് ഫുൾ ആണ്. ഹി ഡിഫൈൻസ് സിറ്റുവേഷൻ ആൻഡ് ഗീവ്സ് മീനിങ്സ് ടു ഹിസ് ആക്ഷൻ ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. As a result, he does not simply react to external stimuli. അതുകൊണ്ട് തന്നെ he does not simply വെറുതെ അയാള് external stimuli അനുസരിച്ച് റിയാക്ട് ചെയ്യണില്ല. He does not simply behave, but he acts. A man does not just react to fire, he acts upon it in terms of the meaning he gives to it. അപ്പൊ അതാണ് ഈ ഫിനോമിനോളജി എന്നുള്ള കാര്യത്തിന്റെ കാഴ്ചപ്പാട്. ഇനി അടുത്ത സിംബോളിക് ഇന്ററാക്ഷനിസം. ഇപ്പൊ സിംബോളിക് ഇന്ററാക്ഷൻസ് അഡ്വക്കേറ്റ്സ് ദാറ്റ് മീനിങ്സ് എമർജ് ത്രൂ ദ പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ. പ്രോസസ് ഓഫ് ഇന്ററാക്ഷനിൽ കൂടിയാണ്, സിംബോളിക് ഇന്ററാക്ഷൻസിൽ കൂടിയാണ് ഓരോ കാര്യത്തിന്റെ അർത്ഥം മനുഷ്യൻ ഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരേ വസ്തുവുമായി നമ്മൾ അർത്ഥം ചേർത്ത് വയ്ക്കുന്നതും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതും അതിനോടുള്ള ഒരു അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് interact ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ symbolic interactions advocates that meanings emerge through the process of interaction. It views social life as a process in which the individual interprets his environment and acts on the basis of this interpretation. അപ്പൊ it views social life as a process. അപ്പൊ ഈ symbolic interaction views social life as a process. Social life എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് in which the individual interprets his environment. അത് ഓരോ ഇൻഡിവിജ്വലും അവന്റെ ആ എൻവയറമെന്റുമായിട്ട് എപ്പോഴും ഇന്ററാക്ഷനിലാണ് ആൻഡ് ആക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഇന്റർപ്രിറ്റേഷൻ. അപ്പൊ എന്നിട്ട് ആ ബേസിലാണ് ഓരോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഇൻ ദിസ് തിയറി. അപ്പൊ ഈ കൺസെപ്റ്റ്സിൽ ഈ തിയറിയിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഡെഫിനിഷൻ ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ദ സോഷ്യൽ സെൽഫ്. അപ്പൊ ഡെഫിനിഷൻ ഓഫ് ദ സിറ്റുവേഷനും അതുപോലെ സോഷ്യൽ
സെൽഫ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഇപ്പൊ നമുക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞ് ശീലിക്കുന്നതുകൊണ്ടും അത് ആരാണെന്ന് അറിയുന്നത് കൊണ്ടും അത് ഇന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഒരു എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പൊ ചിരവ അല്ലെങ്കിൽ കത്തി, അത് അങ്ങനെ പറയുമ്പോൾ അത് എന്തിനായിട്ട് ഉപയോഗിക്കണം എന്ന് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ട് അത് എവിടെ കണ്ടാലും അത് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധമാണ്, അല്ലെങ്കിൽ കസേര ഇരിക്കാനുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ആ സിമ്പൽ ഉപയോഗിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് സിംബോളിക് ഇന്ററാക്ഷണലിസം എന്ന് പറയുന്നത്. സോഷ്യൽ സെൽഫ് ഈസ് എ പ്രോസസ്. സെൽഫ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഡയലക്റ്റിക് ഓഫ് ഐ ആൻഡ് മീ. ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ്സസ്. വി ഡു നോട്ട് സിംപ്ലി ആക്ട്, ബട്ട് വി ആക്ട് ഓൺ ദ ബേസിസ് ഓഫ് ഹൗ വി ഡിഫൈൻ ദ സിറ്റുവേഷൻ. നമ്മൾ ആ സിറ്റുവേഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണത്, എങ്ങനെയാണ് അതിനെ കാണുന്നത്, ആ കാഴ്ചപ്പാടിൽ കൂടിയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ the theory has 4 key focuses. അപ്പൊ 4 പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുക്കളുണ്ട് ഈ സോഷ്യൽ interaction theory-ക്ക്. It focus on the way in which human beings are distinctly symbol മാനിപ്പുലേറ്റിംഗ് ആനിമൽസ്. അത് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന പ്രത്യേകിച്ചും സിമ്പിൾ മാനിപ്പുലേറ്റിംഗ് ആനിമൽസ് ആണ്. അപ്പൊ അത് ഒരു കാര്യം. പിന്നെ സെക്കൻഡ്, ഫോർ ദ സിംബോളിക് ഇന്ററാക്ഷനിസ്റ്റ് ദ സോഷ്യൽ വേൾഡ് ഈസ് എ ഡൈനാമിക് ആൻഡ് ഡയലക്റ്റിക്കൽ വെബ്. സിറ്റുവേഷൻസ് ആർ ഓൾവേസ് encountered with unstable outcomes and lives, and their biographies are always in the process of shifting and becoming never fixed and permanent. അതാണ് സെക്കൻഡ്. ഇനി തേർഡ്, സോഷ്യൽ വേൾഡ് ഈസ് ഓൾവേസ് ഇന്ററാക്റ്റീവ്. സോഷ്യൽ വേൾഡിന്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ഓൾവേസ് ഇന്ററാക്റ്റീവ്. ദാറ്റ് ഈസ് ഹ്യൂമൻസ് ആർ ഓൾവേസ് കണക്റ്റഡ് ടു വൺ അനദർ. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് സിംബോളിക് ഇന്ററാക്ഷനിസം ലുക്സ് ബിയണ്ട് സിംബൽസ്, പ്രോസസ്സസ് ആൻഡ് ഇന്ററാക്ഷൻ ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ അണ്ടർലൈങ് പാറ്റേൺ or forms of social life. ഇനി അതുകൂടാതെയുള്ള ഇന്റലക്ച്വൽ അണ്ടർ സ്പിന്നിങ് ആണ് വെർസത്തേൻ, നാച്ചുറലിസം, എത്തനോജെനിസിസ്. അതൊക്കെ പിന്നീട് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വരും. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തത് എ സബ്ജക്ട് പെർസ്പെക്റ്റീവ്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് ദാറ്റ് ഇറ്റ് സീംസ് ഇവൻറ്റ്സ്, ആക്ഷൻ, നോംസ്, വാല്യൂസ് എക്സെട്ര ഫ്രം ദ പോയിന്റ് ഓഫ് ദ പീപ്പിൾ ബീയിങ് സ്റ്റഡീഡ്. അപ്പൊ അത് വ്യക്തിഗതമാണ്, അതുകൊണ്ടാണ് സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ്സ്. അടുത്തത് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ ക്വാളിറ്റേറ്റീവ് നമ്മൾ അളന്നല്ല, അതിന്റെ ഗുണങ്ങൾ പറയുകയാണ് ചെയ്യണത്, അതുകൊണ്ട് അവിടെ ഡിസ്ക്രിപ്ഷൻ, അത് ഒരു സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. തേർഡ് വൺ, കോണ്ടെക്സ്റ്റ്. Qualitative research entails that we understand social entities as a whole in their entirety. The implication of context is that the meaning of people give to their own behavior have to be seen in the context of the norms and values, beliefs and practices and underlying structure of the appropriate entity as well as the multiple perception that spread. ഇനി അടുത്തത് ഡൈനാമിക് സോഷ്യൽ ലൈഫ് ആണ്. Qualitative research views social life as a process and not in static terms. അപ്പോൾ ക്വാളിറ്റി സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. അപ്പോൾ അത് ഡൈനാമിക് സോഷ്യൽ ലൈഫ്, അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അടുത്തത് ഫ്ലെക്സിബിൾ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ. അടുത്തതാണ് ഫ്ലെക്സിബിൾ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ. Qualitative research is open and unstructured and do not seem to decide what to study beforehand. നേരത്തെ മുൻകൂട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണ് ഇതിന്റെ റിസൾട്ട്, എന്താണ് പഠിക്കാൻ പോണെന്ന്. അതുകൊണ്ടാണ് ഫ്ലെക്സിബിൾ ആൻഡ് ലാക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് റിജക്ട് ദ ഫോർമുലേഷൻ ഓഫ് തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ് ഇൻ അഡ്വാൻസ് ആയിട്ട് തിയറീസും കൺസെപ്റ്റ്സും ഹൈപ്പോത്തിസിസും ഉണ്ടാക്കുന്നത്. Quantitative research is supported by natural science model, which means that the logic and proceedings of the natural science are taken to provide an epistemological standard against which empirical research in social science are evaluated before it can be treated as a valid knowledge. അപ്പൊ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കത് നേരത്തെ തന്നെ അതിന്റെ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ നമ്പർ ഓഫ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഇനി അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ കളക്ഷൻസ്, സോഷ്യൽ സർവേ ഈസ് വൺ ഓഫ് ദ മെയിൻ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇനി അടുത്തത്
most survey research is based on an underlying research design which is called correlational or cross-sectional. The surveys and experiment are the main methods to quantitative research. Quantitative research main methods എന്ന് പറയുന്ന സർവേസും എക്സ്പെരിമെന്റും ഒക്കെയാണ്. ഇനി അത് ഇതിനൊക്കെ quantitative research, 3 others are also important. First one, analysis of previously collected data like the official statistics. Durkheim's analysis of suicide statistics is often treated as an example of this tradition. നേരത്തെ തന്നെ ശേഖരിച്ചിട്ടുള്ള ഡാറ്റകൾ അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സ്ട്രെസ് തത്വം എന്ന് പറയുന്നത് സയൻസ് എങ്ങനെ ഗവേഷണം ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് അതുപോലെ തന്നെ സോഷ്യോളജി ഒരു സയൻസ് തന്നെയാണ്. സയൻസ് നാച്ചുറൽ സയൻസ് പോലെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പോസിറ്റിവിസ്റ്റുകളുടെ അഭിപ്രായം. ഓവർസ്റ്റ്കോംറ്റ് believed that the application of the method of the natural science would produce a positive sense of society, and this could reveal that the evolution of society followed the invariable laws. It would show that the behavior of man was governed by the principle of cause and effect, which were just as invariable as the behavior of matter, the subject of the natural science. Positivist approach makes the following assumptions. Assumptions പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചുകാർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ, ദ ബിഹേവിയർ ഓഫ് മാൻ ലൈക്ക് ദ ബിഹേവിയർ ഓഫ് മാറ്റർ ക്യാൻ ബി ഒബ്ജക്റ്റീവ്ലി മെഷേർഡ്. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തത്, എംഫസിസ് ഓൺ ദ ബിഹേവിയർ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ്. തിങ്സിനെ നമ്മൾ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം, അതുപോലെ സോഷ്യൽ ഫാക്ട്സിനെയും ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാമെന്നാണ് പോസിറ്റിവിസ്റ്റുകളുടെ തിയറി ബിൽഡിങ്ങിൽ ഈ നോളജ് സഹായപ്രദമാണെന്നാണ് പറയുന്നത്. മറ്റത്, പോസിറ്റിവിസം ഈസ് ഓൾസോ ഓഫൺ ടേക്കൺ ടു റിക്വയർ എ പർട്ടിക്കുലർ സ്റ്റാൻസ് ഇൻ റിലേഷൻ ടു വാല്യൂ. ഇനി സം പ്രീ ഓക്കുപ്പേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കൺസെപ്റ്റ് ആൻഡ് ദെയർ മെഷർമെന്റ്സ്. കൺസെപ്റ്റ്സും അതിന്റെ മെഷർമെന്റ്സും ഒക്കെ എടുക്കുമ്പോൾ മെഷർമെന്റ് ഓഫ് കൺസെപ്റ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൂൾസ് ലൈക്ക് ക്വസ്റ്റ്നിയർ ഓർ സ്ട്രക്ചർ ഒബ്സർവേഷൻ. അങ്ങനെയൊക്കെ വേണം കൺസെപ്റ്റ്സും മെഷർമെന്റ്സും ഒക്കെ എടുക്കേണ്ടത്. പിന്നെ കാഷ്വാലിറ്റി. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇസ് പ്രീ ഓക്കുപ്പൈഡ് വിത്ത് എസ്റ്റാബ്ലിഷിംഗ് ദ കാഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റ്സ്. അതുപോലെ തേർഡ് വൺ ആണ് ജനറലൈസേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചർ ഈസ് കൺസേൺഡ് to establish that the results of a particular research can be generalized beyond the confines of the research location. പിന്നെ അടുത്തത് റിപ്ലിക്കേഷൻ, ആവർത്തിക്കുക. ദ റിപ്ലിക്കേഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഫൈൻഡിങ് ഈസ് ഓഫൺ ടേക്കൺ ടു ബി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസിനും അവസാനം വരെ കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാലും വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിൽ കൂടി ഒന്നും കൂടി നോക്കും, ഒരു സർക്കിൾ പോലെ. അതുപോലെ തന്നെ ഇവിടെ കാര്യങ്ങൾ നോക്കണമെന്ന്. അടുത്തത് ഇൻഡിവിജ്വലിസം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ടെൻസ് ടു ട്രീറ്റ് ദ ഇൻഡിവിജ്വൽ ആസ് ദ ഫോക്കസ് ഓഫ് എംപറിക്കൽ എൻക്വയറി. എംപറിക്കൽ എൻക്വയറിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് അത് ഇൻഡിവിജ്വൽ ആണെന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ടെൻസ് ടു ട്രീറ്റ് ദ ഇൻഡിവിജ്വൽ ആസ് ദ ഫോക്കസ് ഓഫ് എംപറിക്കൽ എൻക്വയറി. അപ്പൊ ഈ 5 കാര്യങ്ങൾ ആണ് പ്രീ ഓക്കുപ്പേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. But in this unit, we have tried to discuss the nature of social research and its alternatives. We have also tried to understand Durkheim's perspective on social research. Most importantly, we have discussed in details the 2 primary approaches of social research, that is qualitative and quantitative, preoccupations and characteristics, etc. ഈ 2 അപ്രോച്ചസിന്റെ തിയറിറ്റിക്കൽ അണ്ടർപിന്നിങ് ഓഫ് ബോത്ത് ദീസ് അപ്രോച്ചസ് അതും നോക്കിക്കഴിഞ്ഞു. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവിന്റെ സയന്റിഫിക് ബേസിസ് എന്താണെന്നും കണ്ടു കഴിഞ്ഞു.